ശരിക്കും മോഡൽ എക്സാമിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ വേണം. മോഡൽ എക്സാം എന്ന് പറയുന്നത് മെയിൻ എക്സാം അല്ല, നമ്മളെ മെയിൻ എക്സാമിലേക്ക് സജ്ജരാക്കുന്ന ഒരു പരീക്ഷ മാത്രമാണത്. മോഡൽ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ 4 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് 15 മിനിറ്റിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഓരോന്നും നമ്മൾ കറക്റ്റായിട്ട് വിലയിരുത്തുക. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വിലയിരുത്തുക. രണ്ടാമതായി ടൈം മാനേജ്മെന്റ് ആണ്. ഇപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന് വേണ്ടി മാത്രമായി നമ്മൾ മുഴുവൻ സമയവും സ്പെൻഡ് ചെയ്യാതെ ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ കറക്റ്റ് ടൈം വെച്ച് എക്സാം കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമതായിട്ട് ക്വസ്റ്റ്യൻ സെലക്ഷൻ ആണ്. അതിൽ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി അതിന്റെ ആൻസേഴ്സ് നമ്മൾ ആദ്യം എഴുതുകയാണെങ്കിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഫോർത്ത് വൺ പേപ്പർ പ്രസന്റേഷൻ ആണ്. പേപ്പർ പ്രസന്റേഷൻ എന്ന് വെച്ചാൽ നീറ്റ് ഹാൻഡ് റൈറ്റിംഗ്, പ്രോപ്പർ സ്പേസിംഗ്, കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുന്നത്, ഇവയെല്ലാം നമ്മുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. മോഡൽ എക്സാമിൽ നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ ടെൻഷൻ വേണ്ട. അത് നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് ആണ്. നമ്മൾ എന്തോരം പഠിച്ചു എന്നുള്ളതിനൊക്കെയുള്ള ഒരു ഫീഡ്ബാക്ക്. നമുക്ക് ഇനിയും സമയമുണ്ട്. പ്രോപ്പറായിട്ട് ടൈമിംഗ് കറക്റ്റ് ആക്കി നമ്മൾ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും മെയിൻ എക്സാമിൽ.